Projection next question. Draw the following views of the isometric view given below in ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അല്ലേ, ഏത് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കാൻ പറയുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കാൻ പറയുന്നത്. ഐസോമെട്രിക് വ്യൂ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഈ ഡയറക്ഷനിൽ നോക്കുന്ന ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഈ ഡയറക്ഷനിൽ നോക്കുന്ന സൈഡ് വ്യൂ, ദെൻ ഈ ഡയറക്ഷനിൽ നോക്കുന്ന ടോപ്പ് വ്യൂ. ഈ 3 വ്യൂവും നമ്മൾ ഏത് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കണം? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇത് ഒബ്ജക്റ്റിൻ്റെ ഏത് സൈഡാണ് ചോദിച്ചിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് വരയ്ക്കുക? ഈ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റെഫറൻസ് ലൈനും വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും എവിടെയാണെന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് മുകളിൽ വെർട്ടിക്കൽ പ്ലെയിനും താഴെ ഹൊറിസോണ്ടൽ പ്ലെയിനും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സൈഡായി നോക്കാം. ഫ്രണ്ട് വ്യൂയിലൂടെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ട് വിസിബിളാണ്, ശരിയല്ലേ? ഇത്രയും പാർട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത്രയും പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ശരിയല്ലേ? ഇത്ര മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ ഇത് മാർക്ക് ചെയ്യണമെങ്കിൽ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 75 ഉണ്ട്. അതിൽ ഇത് മുതൽ ഇതുവരെ 20 ആണ്, ഇത് മുതൽ ഇതുവരെ 20 ആണ്. നമുക്കത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ 75ൽ നമ്മൾ ഇത് മുതൽ ഇതുവരെ 20 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ പിന്നെ ഇത് മുതൽ ഇതുവരെ 20 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 75ൽ നിന്ന് 65 ആയപ്പോൾ 10 ആയി, 55 ആയപ്പോൾ അടുത്ത 10 ആയി, അതായത് 20 ആയി, ശരിയല്ലേ? ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 15 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ മാർക്ക് ചെയ്തു, ഈ പോയിന്റിലും നമ്മൾ മാർക്ക് ചെയ്തു, ശരിയല്ലേ? അതിനുശേഷം ഇത് മുതൽ ഇതുവരെയുള്ള ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാലോ. അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് മുതൽ ഇതുവരെ 50 എന്ന് പറയുന്നുണ്ട്, ശരിയല്ലേ? ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്കൊരു 10 മാർക്ക് ചെയ്യാം മുകളിലേക്ക്. ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ നമ്മളൊരു 10 മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ 75ൻ്റെ പകുതി എത്രയാണ്? 37.5 ആണല്ലേ? 37.5 75ൻ്റെ പകുതി. അപ്പോൾ നമുക്ക് 37.5 നമുക്ക് ഏതാണ്ട് ഈ ഒരു പോയിന്റിൽ കൊടുക്കാം. ഓക്കെ, ആ പോയിൻറ്റിൻ്റെ അപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഇതാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 25, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 25 മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 37.5 വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 25 മാർക്ക് ചെയ്യുക. ശരിയല്ലേ? ഇത് തന്നെയാണല്ലോ. ദെൻ ഈ പോയിൻറ്റും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ ഈ പോയിൻറ്റും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇത്രയും പോർഷനായി കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ഇവിടെ സ്ട്രെയിറ്റ് പോയിൻ്റാണ്. ഇത് മൊത്തത്തിൽ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? ഇതാ നോക്കിയേ, 45 എന്ന് പറയുന്നുണ്ട്. ഇത് മുതൽ ഇതുവരെ 15 എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 30 ആയിരിക്കും. അതുകൂടി നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 45 ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. 45 നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്യുക. ശരിയല്ലേ? ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഈ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കാണുന്നില്ലേ? ഇത് മുതൽ ഇതുവരെ 15 ആയിട്ടുള്ള ഓപ്പണിംഗ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുമ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യണം. 15 എടുത്തു. 15ൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഹിഡൻ ലൈൻ കൊടുത്തു, അല്ലേ? ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ.
ഇനി ഏതാ വരയ്ക്കേണ്ടത്? നമുക്കിതിൻ്റെ പ്ലാൻ വരയ്ക്കാം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? അതുപോലെ ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ഇനി ഏതാ ഉള്ളത്? ഈ സ്ലോട്ടിൽ വരുന്ന ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്തിടുക? എക്സ്റ്റെൻഡ് ചെയ്തിടുക. ഓക്കെ, ഇത്രയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 45 ആണ്. 45 നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 45 എടുത്തു. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 45 നമ്മൾ പറഞ്ഞു. ഇത് മുതൽ ഇതുവരെയും 45 ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 15 ഉണ്ട്. ഇത് മുതൽ ഇതുവരെയും 15 ഉണ്ട്. നമ്മളത് മാർക്ക് ചെയ്യുന്നു. ഇത് മുതൽ ഇതുവരെയും 15 ഉണ്ട്. ഇത് മുതൽ ഇതുവരെ 15 ഉണ്ട്. ഓക്കെ, ഇവിടെയും മാർക്ക് ചെയ്തു. ഇവിടെ മാർക്ക് ചെയ്തു. ഈ സ്ലോട്ട് എന്ന് പറയുന്ന ഓപ്പണിങ് അങ്ങ് വരെ ഇല്ലേ? ഇവിടെ സ്ട്രൈറ്റ് ആണല്ലോ, ഇവിടെ ചരിഞ്ഞ പ്രതലമല്ലേ, അപ്പം അങ്ങ് ഇങ്ങ് വരെ കാണുമല്ലോ. അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ ലൈൻ ഇവിടെ വരുമോ? വരില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക? എറേസ് ചെയ്യുക. ഓക്കെ, ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. ഈ പോർഷൻ ഇത് മുതൽ ഇതുവരെയുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെയുള്ളതും നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഈ ചരിഞ്ഞ പ്രതലത്തിൽ ഇത് മുതൽ ഇതുവരെ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ, സർഫസ് ഉണ്ട്, അതാണിത്. ഇവിടെയും അതുപോലെ ഇത് മുതൽ താഴെ വരെ ഉണ്ടാവും. ഇനി സ്ലോട്ട് ഉണ്ടാവും, അതും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. ശരിയല്ലേ? ഓക്കെ, ഇനി അതിൻ്റെ ടോപ്പ് വ്യൂവിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും അല്ലേ. ഈ ഓപ്പണിംഗ് നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഹിഡൻ സർഫസ് ആയിട്ട് നമുക്ക് കാണിക്കണ്ടേ? ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്യണം. അത് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഒന്നുകിൽ മെഷർമെൻറ്റ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി ആ ഫ്രണ്ട് വ്യൂവിൽ കണ്ടതിനെ നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അതിവിടെ വരുമ്പോൾ എന്തായിരിക്കും? ഹിഡൻ ലൈനായിട്ട് മാർക്ക് ചെയ്ത് പോവുക. ശരിയല്ലേ? അതും അതുപോലെ ഈ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യുക? ഹിഡൻ ലൈനായിട്ട് മാർക്ക് ചെയ്യുക. ഇത്ര തന്നെയാണല്ലോ ഈ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ മുകളിൽ നിന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഈ സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആവുന്നു. അത് നമ്മളെവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. ഈ സൈഡ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ പോർഷൻ നമുക്ക് കാണാൻ കഴിയും. ഇത്രയും പോർഷൻസും നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഇതല്ലേ? ഇത് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ലൈനുമൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 75 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. 75 നമ്മൾ മാർക്ക് ചെയ്തു.
ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 45 ഉണ്ടല്ലേ ടോട്ടലി. ഓക്കെ, ദെൻ ഈ 15 നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും നമ്മളായി കഴിഞ്ഞു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 15 ഉണ്ട്. മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ 15 ഉണ്ടെന്ന് പറയുന്നുണ്ട്. താഴേക്ക് 15 ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ സ്ലോട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണ്? മൊത്തത്തിൽ 45 ആണല്ലേ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 15, ഇത് മുതൽ ഇതുവരെ ഇപ്പോൾ 15 ആയി. അപ്പോൾ ഇതും എന്തായിരിക്കും? 15 ആയിരിക്കും അല്ലേ. അപ്പോൾ മൊത്തത്തിൽ 45 ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ 15 മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഹൈറ്റും 15 മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമുക്കൊരു 15 ഉണ്ട്. അപ്പോൾ ടോട്ടലി 45 നമുക്കവിടെ കിട്ടും. ഓക്കെ, ഈ പോയിൻറ്റും ഇതും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ ആയില്ലേ? ഓക്കെ, ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഇവിടെ നിന്നൊരു 10 മുകളിലേക്ക് എടുത്തതിന് ശേഷം ഡോട്ടഡ് ലൈൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സ്ലോട്ട് ഡയമെൻഷൻ ഇവിടെ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്തിനാ ഹിഡൻ ലൈൻ കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻ കൊടുക്കുക. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇതുപോലെ ഡയമെൻഷൻസ് ചെയ്യുക. ഓക്കെ.